ഷംസീർ, ഈ പറയുന്ന കണക്കുകൾ പറയുന്ന കൂട്ടത്തിൽ തന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിലെ പാറ്റേൺ പറയുകയായിരുന്നു ഈ പ്രതിപക്ഷം ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ. അതിൽ തദ്ദേശത്തിൽ ഒരുപക്ഷെ 77 കഴിഞ്ഞാൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റവട്ടം മാത്രമാണ് ലോക്കൽ ബോഡിയിൽ തിരിച്ചടി ഉണ്ടായത്. ലോക്കൽ ബോഡി നിങ്ങളുടെ ഓൺ സ്ഥലമാണ് ശ്രീ ഷംസീർ. അത് നിയമസഭയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇപ്പോൾ നിങ്ങൾക്കുണ്ടോ? ഭരണ തുടർച്ച എന്ന ആത്മവിശ്വാസം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഇന്നത്തെ കണക്കുകൂട്ടൽ, ഇന്നലെയുമായി ഇന്നുമായി നടത്തുന്ന കണക്കുകൂട്ടലിൽ നിന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസം കിട്ടുന്നുണ്ടോ ശ്രീ ഷംസീർ? ഞങ്ങൾ പൂർണ്ണമായും ആത്മവിശ്വാസത്തിലാണ്. കേരളത്തിൻ്റെ ചരിത്രം മാറാൻ പോകുന്നു. ഒരു ലെഫ്റ്റിൻ്റെ കണ്ടിന്യൂഷൻ 2021 അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കുറേ കാരണങ്ങൾ, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഞങ്ങൾ വെറുതെ ഒരു ചാനൽ ചർച്ചക്കകത്ത് വന്നിരുന്ന് വാദിച്ച് ജയിക്കാൻ വേണ്ടി പറയുന്നതല്ല. മറിച്ച് ഒന്ന്, ഞങ്ങൾ കഴിഞ്ഞ 55 മാസക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ. രണ്ട്, കേരളത്തിലെ UDF തകർന്നിരിക്കുന്നു. UDFനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തെല്ലാം ശ്രമം പല മാധ്യമങ്ങളും പല സംഘടനകളും ശ്രമിച്ചിട്ടും അവർ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. മൂന്ന്, മൂക്കിൻ്റെ അറ്റം മാത്രം വരെ കാണുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്, നിലനിർത്താൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അവരിപ്പോൾ കാണുന്ന വെറും ഒരു കേരളം എന്ന പെർസ്പെക്റ്റീവിൽ മാത്രമാണ്. കേരളത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് അങ്ങനെ ആയിരുന്നില്ല രാഷ്ട്രീയം കാണേണ്ടത്. കോൺഗ്രസ് ഒരു വിശാലമായ ഒരു വൈഡർ പ്ലാറ്റ്ഫോമിൽ നിന്ന് കാര്യങ്ങൾ കാണേണ്ട ഒരു പാർട്ടിയാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 LDF ജയിച്ചാലും ഞങ്ങളൊരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ ഒരുപക്ഷെ ഒരു സെക്യുലർ മൂവ്മെൻറ്റ് വന്നാൽ ആ സെക്യുലർ മൂവ്മെൻറ്റ് കൂടെ നിൽക്കുന്നവരെ ഞങ്ങൾ. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല. കോൺഗ്രസ് അവരുടെ ശവക്കല്ലർ അവർ തന്നെ കുഴിക്കുകയാണ്. ഇപ്പോൾ അവരുണ്ടാക്കിയ അലയൻസ് എന്നാ ആരുമായിട്ട് അവർ കൂടിയത്? ജമാഅത്ത് ഇസ്ലാമി പോലുള്ള മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റ് ഗ്രൂപ്പുകളുമായി അവർ സഖ്യത്തിലേർപ്പെട്ടപ്പം അവർക്കേറ്റ പ്രഹരം കനത്തതാണ്. അവരുടെ ഹിന്ദു വോട്ട് ബേസ് കൺവെർട്ട് ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പ്രദേശം, തലശ്ശേരി ഇരുന്ന് ചർച്ച ചെയ്യുന്നത്, ഇവിടെ കോൺഗ്രസ് തകർന്നടിഞ്ഞു, മുസ്ലിം ലീഗ് തകർന്നടിഞ്ഞു, UDFന് വലിയ സെറ്റ് ബാക്ക് കേരളത്തിലെമ്പാടും ഉണ്ടായി. അപ്പോൾ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടാക്കേണ്ട സ്ട്രാറ്റജി ഞാൻ പറഞ്ഞ മൂക്കിൻ്റെ അറ്റം മാത്രമല്ല, മറിച്ച് വിശാലമായി ലോകം കാണുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടാവണം. എന്തായിരുന്നു നാഷണൽ മീഡിയ ഡിബേറ്റ് ചെയ്തത്? കോൺഗ്രസിൻ്റെ പ്രതിനിധി മനസ്സിലാക്കേണ്ട കാര്യമാണ്. നാഷണൽ മീഡിയ ഡിബേറ്റ് ചെയ്ത് BJPക്ക് അനുകൂലമായിട്ടാണ്. എന്തുകൊണ്ട്? ടൈംസ് ഓഫ് ഇന്ത്യ ഡിബേറ്റ് ചെയ്തു. എന്താ? വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസ് അലയൻസ് ഉണ്ടാക്കുന്നു. ആരാ വെൽഫെയർ പാർട്ടി? അപ്പോൾ ഒരു രാഷ്ട്രീയ ഒരു കക്ഷി അതിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി രൂപപ്പെടുത്തുമ്പം കാണിക്കേണ്ട പക്വതയും പാകതയും കോൺഗ്രസ് രൂപപ്പെടുത്തും. ഞങ്ങളിപ്പോഴും പറയും കോൺഗ്രസ് തകരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊന്നുമല്ല ഞങ്ങൾ. കോൺഗ്രസ് തകർന്ന് നാമാവശേഷമാകണമെന്ന മനസ്സ് ദുഷ്ടചിന്തയും ഞങ്ങൾക്കില്ല. പക്ഷെ കോൺഗ്രസ് ഒരു വളരെ സീരിയസ് ആയ ഇൻട്രോസ്പെക്ഷൻ അവർ തയ്യാറാവണം. അവർ പറയണം ജനങ്ങളോട്, നവലിബറൽ നയങ്ങൾ നടപ്പിലാക്കി ഞങ്ങൾക്ക് പാളിച്ച പറ്റി, വർഗീയ ശക്തിയോട് നാം സ്വീകരിച്ച സോഫ്റ്റ് ലൈൻ ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കി. വർഗീയ ശക്തി വെൽഫെയർ പാർട്ടി നിങ്ങൾ പറയുമ്പോൾ 2015 നിങ്ങളുണ്ടാക്കിയ ധാരണയുടെ കണക്ക് ഹമീദ് വാണിയമ്പലം തന്നെ ഇടയ്ക്ക് പുറത്തുവിടുന്ന ഒരു സാഹചര്യമുണ്ട്. മലപ്പുറത്ത് കീഴുപറമ്പ്, മൊറയൂർ, കൂട്ടിൽ, കൂട്ടിലങ്ങാടി, കുറുവ, വെട്ടം, തലക്കാട്, കൽപ്പകഞ്ചേരി, കോഴിക്കോട്, ചങ്ങരോത്ത്, മുക്കം മുനിസിപ്പാലിറ്റി, കൊടിയത്തൂർ പഞ്ചായത്ത്. അപ്പോൾ നിങ്ങൾ ഈ ശരിയാണോ തിരഞ്ഞെടുപ്പ് മുഖത്ത് രാഷ്ട്രീയ തന്ത്രമെന്ന നിലയ്ക്ക് പറയുന്നതും ആത്മാർത്ഥമായി വർഗീയ കക്ഷികളെ UDF കൂട്ടുപിടിക്കുന്നു എന്ന് പറയുമ്പോഴും നിങ്ങളുടെ ഭൂതകാലത്തേക്ക് ഒരു തിരിഞ്ഞുനോട്ടം കൂടി നിങ്ങൾ നടത്തുമോ ഷംസീർ? ഒരു സംശയവും വേണ്ട ഹഷ്മി. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പ്രാദേശികമായി നീക്കുപോക്കുണ്ടാക്കിയിട്ട് അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ജമാഅത്ത് ഇസ്ലാമി അംഗീകരിക്കുന്നില്ല ഞങ്ങൾ. ഇഖാമത്തുദ്ദീൻ പറയുന്ന ഒരു സംഘടന ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റും? എങ്ങനെ യോജിക്കാൻ പറ്റും? അവിടെ മതരാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു RSS, മതരാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ജമാഅത്ത് ഇസ്ലാമി. അവരുമായി ഉണ്ടാക്കുന്ന സഖ്യത്തോട് ഞങ്ങൾക്ക് ഏതെങ്കിലും പ്രാദേശികമായി, നിങ്ങൾ പറഞ്ഞ കണക്കിനെ കുറിച്ച് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, പ്രാദേശികമായി ഏതെങ്കിലും ആളുകൾ ചെയ്താൽ അതിന് ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല. ഇത് മറിച്ച് പ്രാദേശികമല്ല, കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടൊരു തീരുമാനമാണ്. അപ്പൊ അവർ അതോടൊപ്പം തന്നെ അവരുടെ വോട്ട് ബേസ് ചോർന്നു പോകുന്നു. അവരുടെ വോട്ട് ബേസ് രഹസ്യമോ എന്നതാണല്ലോ എത്ര അപക്വമായി രഹസ്യമായുള്ള ധാരണ എന്നാണ് വെൽഫെയർ പാർട്ടി പറയുന്നത്. ഷഫീർ അതിന് മറുപടി പറയുമായിരിക്കും. 1 2 3 19 സ്ഥലങ്ങളിലെ ലിസ്റ്റാണ് 2015 എന്ന് പറഞ്ഞ് ചങ്ങരോത്ത് പഞ്ചായത്ത്, മുക്കം മുനിസിപ്പാലിറ്റി, കൊടിയത്തൂർ പഞ്ചായത്ത്, വേള പഞ്ചായത്ത്, വാണിമേൽ പഞ്ചായത്ത്, മരുതോങ്കര പഞ്ചായത്ത്, നടുവണ്ണൂർ പഞ്ചായത്ത്. ഞാൻ ഷഫീറിലേക്ക് വരാം. ഷംസീർ തുടരൂ. അവര് പറഞ്ഞോട്ടെ. ഞാൻ ഷഫീർ പറയും ഇടപെട്ടിട്ടില്ലല്ലോ, ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. എനിക്കെന്താ ഇടപെടാൻ പറ്റായിട്ടാണ്? അതിനകത്ത് ഞങ്ങൾ വളരെ ക്ലിയർ ആണ്. 2015 ഞങ്ങളൊക്കെ ഡിബേറ്റിനകത്ത് വന്നവരാ. വളരെ ക്ലിയറായി പറഞ്ഞു എവിടെയാണ് ചർച്ച അലയൻസ് ഉള്ളത്. നിങ്ങൾ പറ. ഒരു തരത്തിലും അലയൻസ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ലോക്കൽ ബോഡിക്കകത്ത്. ഇനി ഏതെങ്കിലും ഇപ്പൊ ഞങ്ങളിപ്പോൾ 2015 നിങ്ങൾ പറഞ്ഞപ്പോൾ 2020 എത്തിയപ്പോൾ ഞങ്ങൾ എവിടെയുണ്ടെന്ന് വളരെ ക്ലിയറായി പരിശോധിച്ചിട്ടുണ്ട്.
അത് മാത്രമല്ല അവരിപ്പോ നോക്കുന്നത്, ഞാൻ ചോദിച്ചോട്ടെ, എത്ര ഇമ്മച്യൂർ സ്റ്റേറ്റ്മെന്റ് ആണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്? ഞങ്ങൾ 4 മിഷനുകൾ പിരിച്ചുവിടും. എന്താ അതിന്റെ അർത്ഥം? 4 മിഷനുകൾ പിരിച്ചുവിടും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സർക്കാർ ആശുപത്രികൾ തകർക്കും, പകരം കോർപ്പറേറ്റുകൾക്ക് വഴിയൊരുക്കും. ഞങ്ങൾ പൊതുവിദ്യാഭ്യാസം തകർക്കും, ഇവിടുത്തെ പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റം തകർക്കും എന്നുള്ളതാണ്. ഹരിത കേരളം കൃഷിയെ പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ളതാണ്. പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കില്ല എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ഒരു ഇമ്മച്യൂറായ ഒരു നേതൃത്വം പ്രതികരിച്ചാൽ പിന്നെ ആ നേതൃത്വത്തിന് പിറകിൽ എങ്ങനെ ജനം അണിനിരക്കും? അപ്പൊ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതൃത്വം, ഞങ്ങൾ ഇതിന് വിജയത്തിൽ അഹങ്കരിക്കുന്നില്ല. ഈ വിജയം ഞങ്ങളെ കൂടുതൽ വിനയാന്വിതരാക്കി മാറ്റുമെന്ന് മാത്രമല്ല, ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് പീപ്പിൾ ആർ ദ മാസ്റ്റേഴ്സ്, ജനങ്ങളാണ് യജമാനന്മാർ. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം ശ്രീ ഷംസീർ.